മന്ദസ്മിതശ്രീമുഖി മധുരം സംഗീതനാമി സിദ്ധസുക്തി ഈശ്വരി ശിവസമാരംഭാം ഭഗവത്പാദം ശങ്കരാചാര്യം കേശവം നാരായണം സ്വപ്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗം വ്യക്തദേഹായ ദക്ഷിണാമൂർത്തയേ ചാന്തോക്യോപനിഷത്ത് ചാന്തോക്യോപനിഷത്ത് സാമവേദത്തിന്റെ ബ്രാഹ്മണ ഭാഗമാണ്. ഇത് മറ്റു ഉപനിഷത്ത് ഭാഷ്യങ്ങളെപ്പോലെ തന്നെ ഇതിനും ഭാഷ്യകാരനൊരു ബോദ്ഘാതം രചിച്ചിട്ടുണ്ട്. ഉപനിഷത്ത് വളരെ വലുതാണെങ്കിലും ഇതിന്റെ അവസാനത്തെ 3 അധ്യായം, മൊത്തം 8 അധ്യായങ്ങളുള്ളതിൽ അവസാനത്തെ 3 അധ്യായങ്ങളിൽ മാത്രമാണ് നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. അതിന് മുമ്പ് വരുന്ന ഭാഗങ്ങളിൽ കൂടുതലും ഉപാസനയാണ്. ഈ ഉപനിഷത്ത് ഭാഗം ഇതിനു മുമ്പും വരുന്നുണ്ട്, 1-2 അധ്യായങ്ങൾ. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടില്ല. അവിടെയും ഉപാസനയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ മറ്റു ഉപനിഷത്തുകളെ പോലെ തന്നെ കർമ്മകാന്ഡം, അതിനെ തുടർന്നാണ് ഉപാസന കാണ്ഡം വരുന്നത്. അത് കഴിഞ്ഞ് ജ്ഞാനകാന്ഡം. ഇവിടെയും അങ്ങനെയാണ്. ഇതിന് തൊട്ടുമുമ്പ് കർമ്മകാന്ഡമാണ് ചർച്ച ചെയ്യുന്നത്. സമവേദത്തിൽ സോമയാഗം പോലെയുള്ള യാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് ഉപാസന. ഇവിടെ ബോദ്ഘാതത്തിൽ ഭാഷ്യകാരൻ പറയും, ഉപാസനകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടതാണ്. കർമ്മത്തോട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തിനു വ്യാഖ്യാനിക്കണം? ഒരു സമാധാനം പറയുന്നു. കാരണം ഉപാസനയും തത്വജ്ഞാനവും തമ്മിൽ സമാനതയുണ്ട്. രണ്ടും മാനസികമാണ്. കർമ്മം അങ്ങനെയല്ല. കർമ്മത്തിൽ മാനസികമായ ഭാവമുണ്ട്, മാനസിക കർമ്മമുണ്ട്. പക്ഷെ അവിടെ ബാഹ്യമായി ചെയ്യേണ്ടതുണ്ട്, കായികമായ കർമ്മങ്ങളുമുണ്ട്. ഉപാസന എങ്ങനെയല്ല, കേവലം മാനസികമായ സങ്കല്പങ്ങൾ. വാചം ധേനു ഉപാസീത എന്ന് പറഞ്ഞാൽ വാക്കിനെ ധേനുവായി സങ്കല്പിക്കുക, മാനസികമായ സങ്കല്പം മാത്രം.
അതുപോലെ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ, ഭാവന, അത് വെറുതെ സങ്കല്പിച്ചാൽ പോരാ. ഉപാസനയ്ക്ക് ഏകാഗ്രമായ ഭാവന വേണം. കർമ്മങ്ങൾ ഋത്തിക്കുകൾ യജമാനു വേണ്ടി ചെയ്യുന്നു. ഉപാസനയും അതുപോലെ തന്നെ. ഉദ്ഗീതോപാസന, ഉദ്ഗാതാവാണ് ചെയ്യുന്നത്, യജമാനു വേണ്ടി ഋത്തിക്ക് ചെയ്യുന്നു. ചിലടത്ത് ഉപാസന യജമാനും ചെയ്യേണ്ടി വരും. ഇത്തരം ധ്യാന ഭാവനകൾ, ഇതിന്റെ എല്ലാം ഫലം ഒന്ന് മുഖ്യമായും പറയുന്നത് ആ കർമ്മഫലത്തിന്റെ പൂർണ്ണത, പൗഷ്കല്യം എന്ന് പറയും. സമൃദ്ധമായ കർമ്മഫലം. ഓരോ കർമ്മത്തിനും അതാത് ഫലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഫലസമൃദ്ധി, അതാണ് ഉപാസനയുടെ ഫലമായി പറയുന്നത്. എന്നാൽ ആ ഉപാസനകൾക്ക് തന്നെ മറ്റ് ഫലങ്ങളുമുണ്ട്. ഇവിടെ പറയുന്നു ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ. ദക്ഷിണായന ഉത്തരായ എന്ന മാർഗത്തിലൂടെയുള്ള ഫലപ്രാപ്തി, അതും ഉപാസനയുടെ ഫലമായി പറയുന്നു. ഉപാസനകൾ നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് സഹായിക്കുന്നു എന്നും പറയുന്നു. ഇതെല്ലാം വൈദികമായ ഉപാസനകളെ സംബന്ധിച്ചാണ്. വൈദികമായ ഉപാസനകൾ വൈദിക കാലത്തിലേ നടന്നിട്ടുണ്ട്. സമ്പർക്കവിദ്യ, പഞ്ചാഗ്നി വിദ്യ, വിദ്യ എന്ന് പറയുന്നതെല്ലാം ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഈ സന്ദർഭത്തിലെല്ലാം വിദ്യാശബ്ദ ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ്. ഇതൊക്കെ വൈദിക കർമ്മങ്ങളോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് വൈദിക ധർമ്മം അനുഷ്ഠിക്കുന്നവർ, വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിലാണ് ഈ ഉപാസനകളെല്ലാം. ഇന്നത്തെ ഉപാസനകളുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇവിടെ പറയുന്ന ഉപാസനകൾ എന്നുവെച്ചാൽ ദേവത ഉപാസന, ഗുരു ഉപാസന, അതൊന്നുമില്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അത് ദേവതോപാസനയും മറ്റും പൗരാണികം ആണ്. ഹിരണ്യഗർഭ ഉപാസനയും മറ്റും വൈദികവും, രണ്ടും രണ്ടാണ്. അത് കാലം കൊണ്ട് വന്ന മാറ്റം, ശാസ്ത്രത്തിൽ വന്ന മാറ്റം, ഉപദേശങ്ങളിൽ വ്യത്യാസം വരുന്നു. രണ്ടും രണ്ടാണ്. ഉപാസനകൾ ആധ്യാത്മികമായി പ്രയോജനമില്ലാത്തതെന്നല്ല പറയുന്നു. അതിന് പ്രയോജനമുണ്ട്, പക്ഷെ അത് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നതിന്റെ അനുഷ്ഠാനത്തിന് വലിയ പ്രസക്തിയില്ലാതെ വരുന്നു. എന്നാലും ചില ഉപാസനകളൊക്കെ, ഓങ്കാര ഉപാസന പോലെയുള്ള ഉപാസനകളൊക്കെ ഇന്നും നിലവിലുള്ളതാണ്. അതിന്റെ മാറ്റം വന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇന്നും അത്ര ഉപാസനകളും നിലവിലുണ്ട്. ഉപാസനയും തത്വശ്രവണവും തമ്മിൽ വ്യത്യാസമുണ്ട്. തത്വശ്രവണം ഒഴികെ ബാക്കിയുള്ളതല്ല മാനസിക വ്യാപാരങ്ങളും വൈദികമായി പറഞ്ഞാൽ ഉപാസനയിലാണ്. ഉപാസന കൊണ്ട് മനസ്സ് ഏകാഗ്രമാകുന്നു. എന്താണോ അതിന്റെ ഫലം നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഫലവും ലഭിക്കും ഉപാസന കൊണ്ട്. തത്വശ്രവണത്തിൽ തത്വപ്രകാശം, അത് മാത്രം, അതാണ് അതിന്റെ ഫലമായി പറയുന്നത്, മുഖ്യഫലം. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പഴയ സമ്പ്രദായം അനുസരിച്ച് തുടങ്ങുന്ന സ്വാധ്യായത്തിൽ ഗുരുമുഖത്ത് നിന്ന് വേദം ചൊല്ലിക്കഴിഞ്ഞു അങ്ങനെ നാക്കിൽ ഉറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക.
അഭ്യാസം, അതൊരു ഉപാസനയാണ്. സ്വാധ്യായം എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ്. അതിന് അർത്ഥബോധം വേണമെന്ന് നിർബന്ധമില്ല. അർത്ഥബോധത്തോടുകൂടിയാകാം. പിന്നീട് അതിന് ആദ്യം 5-ാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്ത് വേദം ചൊല്ലുമ്പോൾ അർത്ഥം ധരിക്കാൻ പ്രയാസമാണ്. സാമാന്യമായി കഴിയും. ശങ്കരാചാര്യ പോലെയുള്ള പ്രതിഭാശാലികളൊക്കെ ആണെങ്കിൽ ആ സമയത്തും അർത്ഥം ധരിക്കും. പക്ഷെ സാധാരണ ജീവന്മാർക്ക് അത് സാധിക്കില്ല. അപ്പോൾ കേവലം അതൊരു ഉപാസനയാണ്, വേദോപാസന. സ്വാധ്യായത്തെ അങ്ങനെ പറയും, വേദോപാസനയാണ്. അതിന് ഫലമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് മീമാംസ, അർത്ഥവിചാരം. അത് രണ്ടായിട്ട്, ധർമ്മമീമാംസ, ജ്ഞാനമീമാംസ. വിചാരം, ആ വിചാരത്തിനാണ് ശ്രവണം സഹായിക്കുന്നത്. നമ്മളിപ്പോൾ ഈശം, കേനം, കഠം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ത്രിപുരുഷത്തുകൾ കഴിഞ്ഞു. ഇതൊരു ഉപാസനയാണ്. ഇവിടെ എന്താണ്? തത്വശ്രവണം. വേദത്തിൽ പഠനമെന്ന് പറയുന്നത് സ്വാധ്യായത്തെയാണ് പഠനമെന്ന് പറയുന്നത്. പഠവ്യക്തായം വാചി, പഠിക്കുക എന്ന് പറയുന്നത്. ശബ്ദത്തെ ഗ്രഹിക്കുക, ഉച്ചരിക്കുക, രണ്ടും പഠനമാണ്. മുഖ്യമായും ഉച്ചരിക്കുന്നതാണ്. വേദം ചൊല്ലുന്നതാണ് പഠനം. വ്യക്തായം വാചി എന്ന് വെച്ചാൽ വ്യക്തമായി പറയുക എന്നാണ്. നമ്മൾ സാധാരണ പഠിക്കുക എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്. ഇവിടെ ശ്രവണം എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ സാങ്കേതികമായ രീതി പറഞ്ഞാൽ അത് പഠനമാണ്. ശബ്ദം കേട്ട് ഉറപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അത് പഠനമാവും. ഇന്നത്തെ പഠനമല്ല, സ്കൂൾ പഠനത്തെക്കുറിച്ചല്ല ഞാൻ പറയും, വൈദികമായ പഠനത്തെക്കുറിച്ച് പറയുക. സ്വാധ്യായം അല്ലെങ്കിൽ പാരായണം എന്ന് പറയും. എല്ലാ ദിവസവും നമ്മളിത് ചൊല്ലുന്നു, ഉപനിഷത്ത് ചൊല്ലുന്നു. അപ്പോൾ അത് പഠനമാവും. അതിനെ പഠനമെന്ന് പറയും. ശ്രവണം അതല്ല. ശ്രവണം വക്താവ് ആ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു, ശ്രോതാവ് ആ തത്വം പ്രകാശിക്കുന്നു. അതാണ് ശ്രവണം. മനനം, നിധ്യാസനം രണ്ടും രണ്ടാണ്. എന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ പറയും ഉപനിഷത്ത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. അത് പൂർണ്ണമായും ശരിയല്ല. പിന്നെ ഒരാൾ ശ്രവിക്കുന്നു, തത്വം തന്നെ ഉപനിഷത്ത് ശ്രവിക്കുന്നു, ഭാഷ ശ്രവിക്കുന്നു. അയാൾക്ക് കേവലം ശബ്ദജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ സംഭവിക്കാമല്ലോ. പറയുന്നത് കേൾക്കുന്നുണ്ട്, അർത്ഥബോധം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് പഠനം തന്നെ. അതിന് പഠനമെന്ന് പറയും. അതിനോട് ശബ്ദം ഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരാൾക്കതിനെ വീണ്ടും പ്രകാശിപ്പിക്കാനും കഴിയും. ശബ്ദത്തെ, അർത്ഥത്തെ അല്ല. അങ്ങനെ സംഭവിക്കും. അതാണ് പറയാനില്ലേ, തത്തമ്മ പൂച്ച പൂച്ച. അതുപോലെ ഇത് ആവർത്തിക്കാൻ കഴിയും. കേൾക്കുന്നത് നമുക്ക് ആവർത്തിക്കാൻ കഴിയും. അതിന് അർത്ഥബോധം വേണമെന്നില്ല. ശബ്ദത്തെ കേൾക്കുന്നു, അത് ആവർത്തിക്കുന്നു. അതിന് നമ്മളെ സഹായിക്കുന്ന സ്മൃതി, ജ്ഞാനമല്ല. സ്മരണം കൊണ്ട് സാധിക്കും. സ്വാധ്യായത്തിൽ എന്താണ്? ഇതെല്ലാം നമ്മുടെ സ്മൃതിയിലിരിക്കും. നാക്കിന്റെ അഭ്യാസ രൂപത്തിൽ സ്മൃതിയിലിരിക്കും. വേദം മുഴുവൻ അല്ലെങ്കിൽ സ്വാധ്യായം വൈദികന്റെ സ്മൃതിയിലുണ്ട്.
അത് ആനുപൂർവീ ക്രമം എന്ന് പറയും. അഗ്നി ഇളേ എന്ന് പറഞ്ഞാൽ ആ ക്രമത്തിൽ തന്നെ അത് സ്മൃതിയിലിരിക്കണം. എന്നിട്ട് അതിനെ പുറപ്പെടുവിക്കുന്നു. ഇവിടെയും നമ്മൾ ഉപനിഷത്ത് തത്വത്തെ ശ്രവിക്കുമ്പോൾ ആ തത്വപ്രകാശനം എന്നുള്ളത് സംഭവിച്ചില്ലെങ്കിൽ അത് കേവലം ഉപാസനയാകും. എന്തുകൊണ്ട്? ശബ്ദത്തെ ഗ്രഹിക്കുന്നു. കുറെ ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. ആ ശബ്ദം നമ്മുടെ സ്മൃതിയിലിരിക്കുന്നു. ആ ശബ്ദത്തെ നമ്മൾ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. ഇതിന് ഉപാസന എന്നുകൊണ്ട് പറയുന്നത് എന്താണ്? അത് പറയുന്നത് ശബ്ദ അനുകരണമാണ്. ശബ്ദ ആനുപൂർവിയുടെ അനുകരണം. അത് കൃത്യമായി വേദത്തെ പോലെ നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല. എന്നാലും നമ്മൾ കുറെ ശബ്ദത്തെ ഗ്രഹിക്കുന്നു. ശരിയായ അർത്ഥബോധം വേണമെന്നില്ല. നമ്മൾ വീണ്ടും അത് വേറൊരാളെ ബോധിപ്പിക്കുന്നു. അതും ഒരു വ്രതം പോലെ, തപസ് പോലെ, അനുഷ്ഠാനം പോലെ ചെയ്ത് അതെല്ലാം ഉപാസനയാവും. അപ്പോൾ തത്വം ശ്രവിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ശരിയായ ശ്രവണം സംഭവിക്കണമെന്നില്ല. അതെ, നമ്മളിപ്പോൾ ശാസ്ത്രത്തെ സമീപിക്കുന്നു. അത് രണ്ടു തരത്തിൽ സമീപിക്കാം. ഒന്ന് പ്രധാനമായിട്ടും ശാസ്ത്രജ്ഞാനം, അതിനു വേണ്ടിയിട്ട്. ശാസ്ത്രജ്ഞാനം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടോട് ഉദ്ദേശിക്കുന്ന ശബ്ദജ്ഞാനം. അതാണ് തത്വപ്രകാശനമല്ല, ശബ്ദജ്ഞാനം. അതിന് ഒരു ഏകദേശമായ അർത്ഥബോധത്തോടുകൂടി ശബ്ദം ധരിക്കും. നാനാശാസ്ത്രങ്ങൾ അഭ്യസിക്കും. അപ്പോൾ ശാസ്ത്ര താല്പര്യത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണയുണ്ടാവും. ഈശം, കേനം, കഠം എന്നിങ്ങനെ ഉപനിഷത്തുകളെല്ലാം കുറിച്ച് നമുക്ക് ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടാവും. അതിന് ശാസ്ത്രജ്ഞാനം എന്ന് പറയും. പാണ്ഡിത്യം എന്ന് പറയുന്ന ശബ്ദത്തിന് അങ്ങനെയൊരർത്ഥമുണ്ട്. പാണ്ഡിത്യ ശബ്ദത്തിന്റെ അർത്ഥം ഭാഷ്യകാരൻ പറഞ്ഞത് ആത്മജ്ഞാനമാണ് പാണ്ഡിത്യം. പക്ഷെ ശബ്ദജ്ഞാനത്തിനെയും പാണ്ഡിത്യം എന്ന് പറയും. വേദത്തെ വൈദികന്മാർ സമീപിക്കുന്ന പാണ്ഡിത്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ശരിയായ വൈദിക ശബ്ദങ്ങളുടെ ജ്ഞാനം വേണം. അത് ഉച്ചരിക്കണം കർമ്മത്തിന്. ഉപനിഷത്ത് അങ്ങനെയല്ല, ആ ശബ്ദജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല. അവിടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മജ്ഞാനമാണ്, ശബ്ദജ്ഞാനമല്ല. വേദത്തെ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാണ്ഡിത്യം ഉണ്ടാകും. എന്നുവെച്ചാൽ ശബ്ദജ്ഞാനം കൂടും. അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് അറിവ്, പഠിച്ച് അറിവുണ്ടായി എന്ന് പറയുന്നു. അത് പ്രാഥമികമായ അർത്ഥം അതാണ്. നമുക്ക് ഒരുപാട് ശബ്ദജ്ഞാനം ഉണ്ടായി. പിന്നെ അതിനെ സ്മരിക്കുന്നു, അതിനെ പ്രകാശിപ്പിക്കുന്നു. ഉപനിഷത്ത് തന്നെ അതിനെ നിഷേധിക്കുന്നു. നാനുധ്യായാൻ ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ഹിതത്. ശ്രുതി എന്ന് പറയും, നമ്മൾ ഒരുപാട് ശബ്ദത്തെ അനുസന്ധാനം ചെയ്തത്. അത് വാഗിന്ദ്രിയത്തെ ക്ഷീണിപ്പിക്കും. കാരണം ഇതിനെ ധരിക്കുന്നതിന്, പറയുന്നതിന് വേണ്ടി ധരിക്കുക, പറയുക. അത് വാഗിന്ദ്രിയത്തെ ക്ഷീണിപ്പിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ശ്രവണം അതിനു വേണ്ടിയിട്ടല്ല. ശ്രവണം തത്വപ്രകാശനത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മളെ സങ്കല്പിക്കുന്ന പോലെ നമ്മുടെ അറിവ് വർദ്ധിക്കത്തില്ല. അതുകൊണ്ട് അവിടെ എന്താ വർദ്ധിക്കുന്നത്? വിവേകം മാത്രം. ഈ വിവേകം എന്ന് പറയുന്നത് നാനാത്വജ്ഞാനമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് നാനാത്വജ്ഞാനമാണ്. നമ്മുടെ അറിവ് വർദ്ധിച്ചു. അത്തരം അറിവെന്ന് പറയുന്നത് പരീക്ഷയ്ക്കുള്ള
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അവസാനം എന്തൊക്കെ പഠിച്ചതെന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷ നടത്തുന്നു, അതിൽ പാസ്സാവും. അതൊക്കെ ശബ്ദജ്ഞാനത്തിന്റെ പ്രയോജനമാണ്. ഇവിടെ അതല്ല. ഇവിടെ വിവേകമാണ് ഇതിന്റെ പ്രയോജനം. വിവേകം മാത്രമേ ഇതിന് പ്രയോജനമായിട്ടുള്ളൂ, വേറൊന്നുമില്ല. എന്ത് ആത്മവിവേകം? വേറൊന്നുമില്ല. അത് സംഭവിക്കാത്തിടത്തോളം കാലം ശാസ്ത്രാധീതിസ്തു നിഷ്ഫല, ശാസ്ത്രാധ്യയനം വ്യർത്ഥമായിത്തീരും. അതുകൊണ്ട് ശാസ്ത്രം തന്നെ പറയുന്നു ശാസ്ത്രാധ്യയനം വ്യർത്ഥമാണ്. അതിന്റെ താല്പര്യം അതാണ്. അല്ലെങ്കിൽ ഇത് വ്യർത്ഥമായിത്തീരും. എല്ലാ ദിവസവും സത്സംഗം ശ്രവിക്കുന്നു, അല്ലെങ്കിൽ സ്വയം ഒരാൾ സ്വാധ്യായം ചെയ്യുന്നു, പാരായണം ചെയ്യുന്നു, ഉപനിഷത്ത് പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാഷ്യപാരായണം ചെയ്യുന്നു, അത് നിഷ്പ്രയോജനമല്ല. പക്ഷെ അതെല്ലാം മന്ദമായ സാധനങ്ങളെന്നാ പറയുന്നത്. പാരായണവും മറ്റും അതിനൊക്കെ പ്രയോജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് വിവേകം ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ്, വിവേകമാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഭയാശങ്കക്കൊന്നും ഇടയില്ല. ഈ ശബ്ദജ്ഞാനം അങ്ങനെയല്ല, അത് ഭയാശങ്കകളൊക്കെ ഉണ്ടാകും. ഒരുപാട് ശബ്ദം ധരിച്ചു കഴിഞ്ഞാൽ അതിലഭിമാനം തോന്നും, അഹന്ത ഉണ്ടാകാം, അതൊക്കെ ഉണ്ടാകും. ആവശ്യം വിവേകത്തിന് അങ്ങനെയില്ല. വിവേകം എന്ത് ചെയ്യുന്നു? അവിവേകത്തെ നശിപ്പിക്കുന്നു. അതിൽ ദോഷങ്ങളൊന്നുമില്ല. തത്വശ്രവണം കൊണ്ട് ആ വിവേകം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശാസ്ത്ര ചർച്ച വ്യർത്ഥം. പിന്നെ അതിനൊരാൾക്ക് മറ്റ് പിൻബലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ടാകും. മറ്റു പിൻബലം എന്ന് പറയുമ്പം വിവേക വൈരാഗ്യാദികളുടെയൊക്കെ പിൻബലം ഉണ്ടെങ്കിൽ, ശമതമാദികളുടെയൊക്കെ പിൻബലം ഉണ്ടെങ്കിൽ അത് ഗുണഫലത്തെ ചെയ്യും. ഉപാസന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ദോഷത്തെ ചെയ്യും. അപ്പൊ ആ ശ്രവണത്തിൽ നിന്ന് തത്വബോധം ഉണ്ടാവണമെങ്കിലോ അത് ജീവന്റെ സ്വപ്രയത്നം കൊണ്ട് മാത്രം സാധ്യമല്ല. ഈശ്വരാനുഗ്രഹം വേണം, ഗുരുവിന്റെ അനുഗ്രഹം വേണം. എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ഇത് രണ്ടുപേർക്കും ബാധകമാണ്. വക്താവിനും ശ്രോതാവിനും ഒരുപോലെ ബാധകമാണ്. ഇതെല്ലാം ശ്രോതാക്കളെ സംബന്ധിച്ച് പറയുന്ന നിയമങ്ങളൊന്നും ഉണ്ടല്ല. ഒരു വക്താവിനെ സംബന്ധിച്ച് ആ തത്വത്തെ പ്രകാശിപ്പിക്കണമെങ്കിലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റൂ. ഒരു ശ്രോതാവിന്റെ ഉള്ളിൽ ആ തത്വം പ്രകാശിപ്പിക്കണമെങ്കിലും അതുണ്ടായാലേ പറ്റൂ. അതില്ലാതെ അല്ലെങ്കിൽ വെറും ശബ്ദ അനുകരണമാകും, വേദം ചൊല്ലുന്നത് പോലെ. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഭയാശങ്കകളൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഓർമ്മിപ്പിച്ചു, എന്താണ് 600 ക്ലാസ് കഴിഞ്ഞു.
600 ചർച്ച കഴിഞ്ഞു എന്നാണ്. അതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ചും എന്നെപ്പോലെ ഒരാൾ ഈ 600 എത്തിക്കുക എന്ന് പറയുന്നത് മഹാത്ഭുതങ്ങളിലൊന്നാണ്. എന്നെ സംബന്ധിച്ച് 100 എത്തിക്കുക തന്നെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും എങ്ങനെയോ 600 വരെ എത്തി. പക്ഷെ ഇത് പഠിക്കാനും മനഃപ്പാഠം ചെയ്യാനും ഉള്ളതല്ല. ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. ഞാൻ ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല, ആരും എന്നിൽ നിന്നും ഒന്നും പഠിച്ചിട്ടുമില്ല. രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഇപ്പോ ഈ 600 ക്ലാസ്സുകളുടെ ഒരു പരീക്ഷ നടത്തിയെന്നിരിക്കട്ടെ. ഇവിടെ എത്ര പേര് പാസ്സാവും? ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫെയിലാവും. ഞാനെന്തുകൊണ്ടാണ് ഫെയിലാവുന്നത്? കാരണം എന്ത് പറഞ്ഞെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അപ്പൊ പിന്നെ കേട്ടവരുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല. അത് മനസ്സിലാക്കണം ആദ്യം. ഓർത്തു വെച്ച് പറയാനുള്ള കാര്യങ്ങളും ഉണ്ട്. ഉപനിഷത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇത് ഈശ്വരന്റെ നിശ്വാസമാണ് പറയുന്നത്. വേദത്തെ കുറിച്ച് ഈശ്വരന്റെ നിശ്വാസമായിട്ടാണ് ഇത് വന്നതെന്നാണ് വേദം, ഉപനിഷത്തെല്ലാം. ഈശ്വരന്റെ നിശ്വാസമായി വന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കർത്തൃത്വം നമ്മൾ ബ്രഹ്മസൂത്രത്തിലും ചർച്ച ചെയ്യുന്നു. അത് ഈശ്വരനാണ്. അപ്പോൾ അത് ഈശ്വരന്റെ കർത്തൃത്വം ഉള്ള ഒന്നിന് ജീവന് സ്വന്തമാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനവിടെ ഉദാഹരണം പറയുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ചരചന അത് ഈശ്വരനെ സാധ്യമാവും, ജീവന് സാധ്യമല്ല. പ്രപഞ്ചരചന ഒരു ജീവന് സാധ്യമല്ല. അണിമാതി ഐശ്വര്യ സമ്പന്നന്മാരായ യോഗികൾക്ക് പോലും അത് സാധ്യമല്ല എന്നവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു. അപ്പോൾ ഈ വിദ്യ, ഉപനിഷത്ത് വിദ്യ, അതെങ്ങനെ ജീവന് സാധ്യമാവും? ഇത് ആർക്കെങ്കിലും പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല, സ്വന്തമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് വേദം തുടങ്ങുന്നത് എങ്ങനെയാണ്? ധിയോ യോന പ്രചോദയ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വേദാധ്യയനത്തിന്റെ പ്രാരംഭം അങ്ങനെയാണ്. ഉപനയനം ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രമാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. അവിടെ പറയുന്നത് എന്താണ്? ഈശ്വരൻ തത് സവിതുഃ വരേണ്യം ഭർഗഃ ധിയോ യോനഃ പ്രചോദയാത് എന്നാണ്. ആ സവിതാവിലുള്ള ദിവ്യമായ ചേതസ് എന്ന് വെച്ചാൽ ഈശ്വര ചൈതന്യം അതെന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ്. എന്നുവെച്ചാൽ ഇത് ഈശ്വരനിലൂടെ പ്രകാശിക്കേണ്ടതാണ്. അല്ലാതെ ജീവനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവിദ്യാധീനനാണ്. അവിദ്യാധീനൻ, അവന്റെ മനസ്സുൾപ്പെടെയുള്ള കർണങ്ങളെല്ലാം മായയ്ക്ക് അധീനമാണ്. അങ്ങനെ അധീനമായിരിക്കുന്ന ഈ കർണങ്ങളെ കൊണ്ട് ഈ വിദ്യയെ ഗ്രഹിക്കാനോ ഗ്രഹിപ്പിക്കാനോ സാധ്യമല്ല. അവിടെ പരമാവധി സാധിക്കുന്നതാണ് ഉപാസന. അതിന് വേറെ രീതിയിൽ പറഞ്ഞാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കർത്തൃതന്ത്രം, വസ്തുതന്ത്രം എന്നെല്ലാം പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് പരാമർശിക്കുകയാണ്.
അപ്പോൾ ജീവനെ സംബന്ധിച്ചുള്ള എല്ലാം കർത്തൃതന്ത്രമാണ്. അവന്റെ ഇച്ഛയും അവന്റെ പൗരുഷം ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റും, അതിനപ്പുറം പറ്റത്തില്ല. ജീവഭാവത്തിൽ ഒരാൾക്ക് ആത്മഭാവത്തെ പ്രകാശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഗ്രഹിക്കാനോ സാധ്യമല്ല. അതാണ് ഔപനിഷദം എന്ന് പറയുന്നത്. ഔപനിഷദമായ വിദ്യയാണ് അത്. ജീവഭാവത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധ്യമേ അല്ല. പഠനപാഠനങ്ങളെല്ലാം ഉപാസന. അതിൽ സന്യാസിക്ക് അതൊക്കെ നിഷേധിച്ചിട്ടുകൂടിയുണ്ട്. അതിന്റെ ആവശ്യമുണ്ട്. പഠനപാഠനങ്ങളൊന്നും ആവശ്യമില്ലാതെ, മറിച്ച് തത്വപ്രകാശനം അങ്ങനെയല്ല. കാരണം ജീവൻ അവന്റെ അഹന്ത കൊണ്ട് അവന്റെ ഈ കർണങ്ങളെയൊക്കെ സ്വാധീനമാക്കി വയ്ക്കുമ്പോൾ, അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ അതൊക്കെ ഉപാസനയിൽപ്പെടും. പക്ഷെ ആത്മവിദ്യ അങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരപ്രോക്തമാണ്. അതിനെങ്ങനെ ജീവനെ പ്രകാശിപ്പിക്കാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത് ധിയോ യോന പ്രചോദയാകുന്നത്. നമ്മുടെ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കണം എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞില്ലേ, തസൃഷ്ട തദൈവ അനുപ്രാവിശത്. ഗീതയിൽ പറഞ്ഞു ഭ്രാമയൻ സർവഭൂതാനി. സർവചരാചരങ്ങളിലും ഇരുന്നു കൊണ്ട് ചലിപ്പിക്കുന്ന ഈശ്വരനാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ചലനമായിട്ട് കണക്കാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ സത്കർമ്മങ്ങളുടെയും പിന്നിലൊരു സങ്കല്പമുണ്ട്, ഒരു ദിവ്യമായ സങ്കല്പം. അതനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവിടെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ സങ്കല്പിച്ച് വേണ്ടാതീനങ്ങളും ചെയ്യുന്നുണ്ടാവും. അത് അവനവന്റെ സങ്കല്പം, അവനവന്റെ കർമ്മം, അതിന്റെ ഫലം. പക്ഷെ ഇതിന്റെ പിന്നിലൊരു സങ്കല്പമുണ്ട്. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഇത് തന്നെ നടക്കുന്നു. ഇതിന്റെ പിന്നിലൊരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇതിവിടെ നടക്കണം. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെന്ന് ഒരു വിശ്വാസം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ കാണും. പക്ഷെ അത് വിസ്മരിക്കും. അത് വിസ്മരിച്ചിരിക്കുമ്പോഴാണ് ചിലപ്പോൾ ചിലരുടെ മനസ്സിൽ തോന്നുന്നത്, ഏതോ ഒരു സ്വാമി വന്നിരുന്ന് എന്തോ വിവരക്കേട് പറയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു സങ്കല്പമുണ്ട്, അതുകൊണ്ടാണ് അത് നടക്കുന്നത് എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരു വിവേകം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ മനസ്സിന് ആശങ്ക വരത്തില്ല. ഇത് ഗുണത്തിനാണോ ദോഷത്തിനാണോ, ഇതൊക്കെ നമ്മളെ നശിപ്പിക്കാനാണോ അത് നന്നാക്കാനാണോ, അങ്ങനെ ഒരു സംശയം വരത്തില്ല. ആരുടെ മനസ്സിലും വരത്തില്ല. മറിച്ചാണെങ്കിൽ തോന്നും ഇതിന്റെയൊക്കെ ആവശ്യം എന്തോന്നാണ്, ഇവിടെ ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ ചിന്തിച്ചു. ആരെങ്കിലും ചിന്തിക്കും. ഒരു വ്യക്തിയുടെ മനസ്സിൽ തന്നെ വരും. ഈ നമ്മളൊരു ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനസ്സ് തന്നെ അത് 3 തരത്തിലാണ് സ്വീകരിക്കുന്നത്. സത്സംഗം ഒരു വ്യക്തിയുടെ മനസ്സ്, ഇപ്പോൾ ഒരു സമൂഹത്തിന്റെ കാര്യം പറയാനുണ്ടോ, അത് ചിലപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം അതിനെ സ്വീകരിക്കും. വളരെ ഭവ്യമായ ഭാവനയോടുകൂടി അതിനെ ഉൾക്കൊള്ളും ചില സമയം മനസ്സ്. അതേ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ചില സമയം അതിൽ ഉദാസീനമായി പോകും. അതേ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ചിലപ്പോൾ നിരാകരിക്കും,
തോന്നും ഇതൊക്കെ അസംബന്ധ പ്രലാപനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇതൊരു വ്യക്തിയിൽ തന്നെ സംഭവിക്കും, മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സമൂഹത്തിന് സംഭവിക്കും. ചിലർക്ക് തോന്നും ഇത്, ചിലരങ്ങനെ സ്വീകരിക്കും, ഹൃദയപൂർവ്വം സ്വീകരിക്കും. ചിലർ ഉദാസീനന്മാരാവും, കൊള്ളുന്നുമില്ല തള്ളുന്നുമില്ല. ചിലരങ്ങനെയല്ല, നിരാകരിക്കും, ഇത് അസംബന്ധമാണ്. വ്യക്തിയുടെ സമൂഹത്തിൽ സംഭവിക്കും. പക്ഷെ ഇവിടെയൊക്കെ നമ്മളുടെ മനസ്സിൽ ധരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇതിന്റെ പിന്നിലൊരു ദിവ്യമായ പരിശുദ്ധമായൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ സത്കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും മോശം നടക്കുന്നുണ്ടെങ്കിൽ ഇത് അവനവന്റെ സങ്കല്പം, തന്റെ വിവേകമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും നടക്കും. അതിന്റെ ഗുണവും ദോഷവും തനിക്ക്. മറിച്ച് ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് മറ്റ് രണ്ട് ഭാവങ്ങളും ഉപേക്ഷിക്കും. ഏതാണ്? ഉദാസീനത, നിരാകരണം. ഇതിന്റെ ശാന്തിമന്ത്രത്തിൽ പറയും എന്താണ്? മാമ ബ്രഹ്മ നിരാകുര്യാം അനിരാകരണമസ്തു. അത് ഞാൻ മുമ്പ് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ച അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ നിരാകരണം പാടില്ല. ഇതിനെ സംബന്ധിച്ച് ഭയാശങ്കകളൊന്നും വയ്ക്കരുത് ആരും. അതിനുള്ള വിവേകമില്ലെങ്കിൽ വിശ്വാസം കൊണ്ടെങ്കിൽ. എങ്ങനെയാ വിശ്വാസം വരേണ്ടത്? ഇതിന്റെ പിന്നിലൊരു സങ്കല്പമുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ നിരാകരിക്കാൻ പാടില്ല, ഇതിൽ ഉദാസീനമാകാൻ പാടില്ല, ഇതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കണം എന്ന് തന്നെ കരുതണം. അല്ലെങ്കിൽ അത് ദോഷമായിരിക്കും. ഇതിന്റെ ഉദ്ദേശ്യം ഇന്നതാണ്, ഇതുകൊണ്ട് സാധിക്കേണ്ടത് ഇന്നതാണ് എന്നുള്ള വ്യക്തമായ ബോധം വേണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ ഇതുകൊണ്ട് സാധിക്കേണ്ടത്? ഇതുകൊണ്ട് സാധിക്കുന്നത് വിവേകം, വേറൊന്നുമല്ല. പറഞ്ഞല്ലോ, ഇതിനെ സമീപിക്കുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന് പാണ്ഡിത്യത്തിന് വേണ്ടി, ശബ്ദജ്ഞാനത്തിന് വേണ്ടി, അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ സമീപിക്കും. രണ്ടാമത് വിവേകത്തിന് വേണ്ടി. വിവേകത്തിൽ ഒന്നും കൂടുന്നുമില്ല, കുറയുന്നു. ആദ്യന്തം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് പോകുന്നത് കൊണ്ട് അതിന്റെ പ്രയോജനം വന്നില്ലെങ്കിൽ ഇത് ഉപാസനയുടെ പട്ടികപ്പെടും, കേവലം ഒരു ഉപാസന. അതിന്റെ പ്രയോജനം വരണമെങ്കിൽ എന്താണ്? ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വേണം. ധിയോ യുവന പ്രചോദയ. നമ്മുടെ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കണം. ഭ്രാമയൻ സർവഭൂതാനി എന്ന് പറഞ്ഞത് സംഭവിക്കും. ജീവന്റെ, അതൊരു വക്താവിനെ സംബന്ധിച്ചായാലും ശരി, ശ്രോതാവിനെ സംബന്ധിച്ചായാലും ശരി, ഒരു ജീവന്റെ ഈ കാര്യകരണങ്ങളുടെ കർത്തൃത്വം അവനിലാണ്. എന്തുകൊണ്ട്? അവൻ അജ്ഞാനത്തിന് അധീനനാണ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം കർത്തൃത്വം അവൻ സ്വയം ഏറ്റെടുക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. കർത്തൃത്വ തന്ത്രം അത് ഉപാസനയിലെ പറ്റും, തത്വശ്രവണത്തിൽ അത് പറ്റത്തില്ല. തത്വശ്രവണത്തിൽ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കുന്നു, എന്നാലേ അത് സാധ്യമാകും. കാരണം ഇത് ഔപനിഷത്തമായ വിദ്യ എന്ന് പറയുന്നത് ഈശ്വര പ്രവൃത്തമെന്നാണ് പറയുന്നത്, മനുഷ്യരാരും പറഞ്ഞില്ല. അപ്പം മനുഷ്യന് ഇതിനെ ഗ്രഹിക്കാനോ പ്രകാശിപ്പിക്കാനോ സാധ്യമല്ല.
മറിച്ചത് ഒരു ജീവനിലിരിക്കുന്ന അവന്റെ ഈശ്വരീയത, ഇതിനെ പ്രകാശിപ്പിക്കാനും ഗ്രഹിക്കാനും പറ്റും. അല്ലാതെ അത് സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ശാസ്ത്രത്തെ അവലംബിക്കാത്തത്. എന്തുകൊണ്ട്? ആ മഹാത്മാക്കളിൽ അവരിൽ ആ ഈശ്വരീയത സഹജമായിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അവരെന്ത് പ്രകാശിപ്പിക്കുന്നു അതെല്ലാം തത്വം തന്നെ. അതിൽ ജീവൻ അവന്റെ അജ്ഞത കൊണ്ട് ദോഷങ്ങളൊക്കെ കണ്ടെന്നിരിക്കാം. പക്ഷെ അവിടെ തത്വം മാത്രമേ പ്രകാശിപ്പിക്കത്തുള്ളൂ. പക്ഷെ സാധാരണ ജീവന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവന് തത്വത്തെ ഗ്രഹിക്കുകയും പ്രകാശിപ്പിക്കുകയും എന്ത് ചെയ്യണം? ഈശ്വരൻ അവന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം. എന്നാലും പറ്റും. ഇതിന്റെ എല്ലാം കർത്തൃത്വം ഈശ്വരന് വന്നിയായിരുന്നു. ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും നാക്കില്ലാതെ ഭജിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. ഒരുവൻ കണ്ണുകൊണ്ട് കാണുകയും നാക്കുകൊണ്ട് ഭജിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അതവന്റെ അഹന്തയുടെ ഫലമാണ്. അവിടെ ഒരിക്കലും ഈ തത്വത്തിന്റെ പ്രകാശനമോ ഗ്രഹണമോ സംഭവിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം കർത്തൃത്വം ഈശ്വരനിലേക്കല്ല പറഞ്ഞു. അതുകൊണ്ടാണ് വിദ്യ പരമ്പരയിലൂടെ വരുന്നു എന്ന് പറയുന്നതാണ്. അതിന് വ്യക്തിക്ക് കർത്തൃത്വമുണ്ട്. ആ പരമ്പര എവിടെ തുടങ്ങി? പരമ്പരയിലൂടെ വരുന്നു എന്ന് പറയുമ്പോൾ അസ്യ നിശ്വസിതം ഈശ്വരന്റെ നിശ്വാസമാണ്. ഋഗ്വേദ, യജുർവേദ, സാമവേദ എന്നെല്ലാം പറയുന്നതാണ്. അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതിനൊരുവൻ സ്വന്തം കർത്തൃത്വം കൊണ്ട് പ്രകാശിപ്പിക്കാനോ ഗ്രഹിക്കാനോ ശ്രമിച്ചാൽ ഉടനെ ആ പാരമ്പര്യം അവിടെ മുറിഞ്ഞു. അത് സഫലമാകത്തില്ല. മറിച്ച് അതില്ലാതായി കഴിഞ്ഞാൽ, ആ കർത്തൃത്വം വിട്ടുകഴിഞ്ഞാൽ, ഈശ്വരീയമായി തന്നെ അത് പ്രകാശിച്ചാൽ, എന്നുവെച്ചാൽ അവിടെ അഹന്ത മമത വർജിതമായി. അത് വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. നിസ്സാരമായ തുച്ഛമായ ഒരു അവിവേകം കൊണ്ട് താനതിൽ തന്റെ കർത്തൃത്വവും മമതയെല്ലാം ആരോപിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് സംഭവിക്കുന്ന ഈശ്വരീയമായി തന്നെ സർവത്ര. എന്തുകൊണ്ട്? തസ്സൃഷ്ട്വ തദൈവ അനുപ്രാവശ്യത്. ഓരോ ഹൃദയത്തിലും കുടികൊള്ളുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് ഇതിനെ ഭ്രാമയൻ ചലിപ്പിക്കുന്നത്. ഈശ്വരൻ തന്നെ. പക്ഷെ അവിവേകം കൊണ്ടവനെല്ലാം തലകീഴായി മറിച്ചിരിക്കുകയാണ്. അപ്പൊ വിവേകം കൊണ്ട് ആ വിവേകം മാറുമ്പോൾ സഹജമായ സ്വാഭാവികമായ ഇതിന്റെ എല്ലാ പ്രവർത്തനവും ഈശ്വരീയമായി തന്നെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ തത്വത്തിന്റെ പ്രകാശനവും ഗ്രഹണവും രണ്ടും ഈശ്വരീയമായി തന്നെ സംഭവിക്കുന്നു. അതാണ് ജ്ഞാനം. അതിനാണ് വസ്തുതന്ത്രം എന്ന് പറയുന്നത്. അതിനാണ് ശാന്തിമന്ത്രത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? മാമാ ആവർത്തിച്ച് പറയുന്നത്. ഇതിനെ നിരാകരിക്കരുത് എന്ന് പറയുന്നതാണ്. ആ നിരാകരണം വസ്തു, നിരാകരണം ഒരിടത്ത് സംഭവിക്കരുത്. അപ്പൊ അതിനെ വളരെ നിഷ്കപടമായി സമീപിക്കേണ്ട ഒന്നാണ്. അതിനാണ് പ്രാർത്ഥനയോടുകൂടി ഇത് തുടങ്ങുന്നത്. വേദം തുടങ്ങുന്ന ആ മന്ത്രത്തിൽ നിന്നാണ്. ശിവയോന പ്രചോദയ. അപ്പോൾ ഇത് ഉപാസനയല്ല. കാരണം ഇവിടെ ഉപാസനയെക്കുറിച്ച് ദീർഘമായ ചർച്ച വരുന്നുണ്ട്.
പക്ഷെ ആ തത്വഗ്രഹണത്തിനും ഒരാൾ അസമർത്ഥനായി തീരുമ്പോൾ വേറെ വഴിയില്ല. അവന്റെ ഹൃദയം അതിന് പാകമായില്ലെങ്കിൽ പിന്നെ ഉപാസന, അതല്ലാതെ വേറെ വഴിയില്ല. അത് വൈദികമായാലും ശരി, പൗരാണികമായാലും ശരി, അവിടെയെല്ലാം ഉപാസന കടന്നുപോയി. അതിനെയും അംഗീകരിച്ചിട്ടുണ്ട്. നാമവും രൂപവും എല്ലാം ശാസ്ത്രസമ്മതമായ കാര്യങ്ങൾ തന്നെ. തത്വവും അതുപോലെ. അധികാരഭേദമനുസരിച്ച് ഇതെല്ലാം തന്നെ. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഉപാസന ഒരു ഉപായമാണ്. തത്വഗ്രഹണത്തിന് ഒരുവൻ അസമർത്ഥനാണെങ്കിൽ അതുകൊണ്ട് ആദ്യ ഉപാസനയെക്കുറിച്ച് പറഞ്ഞു. ഉപാസനയെക്കുറിച്ച് ദീർഘമായി പറയും. കാരണം ലോകത്തിൽ അനധികാരികളാണ് കൂടുതൽ, അധികാരികൾ വരണം. അനധികാരികൾക്ക് വേണ്ടി ദീർഘമായി ചർച്ച ചെയ്യുന്നു ഉപാസനയെക്കുറിച്ച്. അത് നമ്മൾ അശ്രദ്ധയോടുകൂടി ഉപേക്ഷിക്കാൻ പാടില്ല. അതിലുണ്ട് കാര്യം. ഇനി ഒരുവൻ അധികാരിയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ആവശ്യമില്ല. അധികാരിത്വത്തെ എങ്ങനെ നിശ്ചയിക്കും? വിവേകത്തിലൂടെ നിശ്ചയിക്കും. ഒരുവനിൽ വിവേകം ദൃഢമാണെങ്കിൽ തീർച്ചയായും അയാൾ അധികാരി തന്നെയാണ്. വിവേകദാർഢ്യത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ശ്രവണം തുടരാം. ഉപാസനയുടെയും ശ്രവണമാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഉപാസനയുടെ അനുഷ്ഠാനത്തിന് വേണ്ടി. അതും മാനസികമായ അനുഷ്ഠാനമാണ്. തത്വശ്രവണവും മാനസികമാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസത്തെ ഭാഷ്യകാരൻ പറയും. അതുകൊണ്ട് 600 ക്ലാസ് കഴിഞ്ഞെന്ന് പറയുന്നു. ഇത് മുഴുവനും തത്വശ്രവണമാണ്, വേദ പഠനമല്ല. രണ്ടും രണ്ടാണ്. പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നും. ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞു, പാണ്ഡിത്യം വന്നു എന്ന് തോന്നും. തത്വശ്രവണം എന്ന് പറയുമ്പോൾ അഭിമാനമെല്ലാം നശിക്കും. എന്തുകൊണ്ട്? തത്വഗ്രഹണം സംഭവിച്ചാൽ അവിടെ എന്തായാലും അവിവേകം നഷ്ടപ്പെടും. ഇനി തത്വഗ്രഹണം സംഭവിച്ചില്ലെങ്കിൽ അഭിമാനിക്കാനൊന്നുമില്ല. എന്തെങ്കിലും നേടിയെന്ന് അഭിമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് തരത്തിലായാലും ശരി, ഇതിനൊരു തത്വശ്രവണമായിട്ടെടുത്തു കഴിഞ്ഞാൽ ദോഷമില്ല. അഭിമാനം കൊണ്ടുവരുന്ന ദോഷങ്ങളൊന്നും വരത്തില്ല. രണ്ടായാലും ഒന്നും നേടിയില്ലെങ്കിൽ എങ്ങനെ അഭിമാനം വരും? നേടിയവനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ അഭിമാനത്തിനൊന്നുമില്ല. അപ്പോൾ അവിടെ അപകട സാധ്യത ഒന്നുമില്ല, ആശങ്കയുടെ ആവശ്യമില്ല. ഇതിനൊരു പഠനമായിട്ടെടുത്തു കഴിഞ്ഞാൽ അവിടെ അഭിമാനം വരും. കാരണം ഇത്രമാത്രം നേടിയെന്ന് തോന്നും. എന്തെങ്കിലും നേടി തോന്നിയാൽ തീർച്ചയായിട്ടും ആ നേട്ടത്തിൽ അഭിമാനം കൊള്ളും മനുഷ്യൻ. അപ്പോൾ കഥയറിയാതെ ആട്ടം കാണരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ ഗൗരവമുള്ളതായിരിക്കും ഈ വിഷയം. അപ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള ഭയാശങ്കകളും വേണ്ട. ഇതിന്റെ പിന്നിൽ ഒരു സത്യസങ്കല്പമുണ്ട് എന്ന് ഉള്ള കാര്യം വിസ്മരിക്കാതിരിക്കുക. ഇത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. ഇതെല്ലാവർക്കും ചെയ്യാൻ പാടുള്ളൂന്നില്ല. നിങ്ങളല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഈ വിദ്യ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഇത് ഈശ്വരപ്രോക്തമാണ്, ഇത് അനാദിയാണ്. ആ വിദ്യയുടെ പാരമ്പര്യത്തിനൊരിക്കലും
മുറിവ് സംഭവിക്കത്തില്ല, ഇടർച്ച സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ ധാരണ വെച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോവാം. ഛാന്ദോഗ്യം ഇത് വളരെ വലിപ്പമുള്ള ഇതാണ്. കൂടുതലും ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനിടയ്ക്ക് തന്നെ ഭാഷ്യത്തിൽ പല ഭാഗങ്ങളിലും തത്വചിന്തയും വരുന്നുണ്ട്. അതിന് ഉപാസനയെക്കുറിച്ച് പറയുന്ന ഈ വൈദിക ഉപാസനയ്ക്ക് ഇന്ന് വരുന്ന ഒരു പോരായ്മ, കാരണം ആ വൈദിക സംസ്കാരവും വൈദിക കാലവും എല്ലാം നഷ്ടപ്പെട്ടു. വൈദിക കർമ്മങ്ങളും ഇന്ന് പ്രായണ നഷ്ടപ്പെട്ടു. അതിന്റെ സാഹചര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ വൈദിക കർമ്മങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാത്തതുപോലെ വൈദിക ഉപാസനകളും ഇന്ന് പലതും അപ്രായോഗികമെന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് അനുഷ്ഠിക്കാൻ അങ്ങനെ ഒരു സംസ്കാരമില്ല. തികച്ചും അസാധ്യമാണെന്നല്ല, ചില കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറ്റും, പക്ഷെ പലതും അത് സാധ്യമല്ല. രീതിയിൽ അത് കാലം മാറിപ്പോയി. എന്നാലും അതിനെക്കുറിച്ച് അറിയുന്നത് ദോഷമല്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്, അതും ഒരു മാനസിക വ്യാപാരമാണ്, തത്വജ്ഞാനം പോലെ തന്നെ. അതും വളരെ ഉയർന്ന ചിന്തയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. കാരണം വേദം ഇതേക്കുറിച്ച് വൈദികന്മാർ പറയുന്നത് എന്താണ്, വേദം ലൗകികമായ ഒന്നിനെയും വെളിപ്പെടുത്തുന്നില്ല. വേദം വെളിപ്പെടുത്തുന്നതല്ല അലൗകികമാണ്. അലൗകികം അതീന്ദ്രിയമായ കാര്യങ്ങളാണ് വേദം വെളിപ്പെടുത്തുന്നത്. മനസ്സ്, സാധാരണ മനസ്സെന്ന് പറയുന്നത് ലൗകികമായ വിഷയങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. ഇവിടെ ആധ്യാത്മികമായി വേണ്ടത് എന്താണ്, അലൗകികമായ വിഷയങ്ങളാണ് വേണ്ടത്. അത് ഈ ലൗകികമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റുന്നതിന് സഹായിക്കും. അപ്പോൾ ഉപാസനയെക്കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ മനസ്സിന്റെ ആ ലൗകിക ഭാവങ്ങളിൽ നിന്ന് അതിനെ മാറ്റുന്നതിന് അത് സഹായിക്കും. അതുകൊണ്ട് ഭാഷ്യകാരൻ ഉപാസനയെക്കുറിച്ച് പറയും ഉപാസനകൾ തന്നെ നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ആധ്യാത്മികമായി പ്രയോജനം ചെയ്യും. കാരണം അത് അലൗകികവും അതീന്ദ്രിയവുമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മനസ്സിന് പകരം കൊടുക്കാൻ എന്തെങ്കിലും വേണമല്ലോ. നമ്മൾ മറ്റു വിഷയങ്ങളെല്ലാം വിട്ട് കുറച്ച് സമയം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ അത്രയും സമയം മനസ്സ് രക്ഷപ്പെടുകയാണ്. ലൗകികമായ വിഷയങ്ങളിൽ നിന്നത് മാറുകയാണ്. അത് അതിൻ്റെ ഒരു പ്രയോജനമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മനസ്സിനെ ലൗകികമായ വിഷയങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം അത് സംഭവിക്കുന്നു. പിന്നെ വൈദികമായ വിദ്യയെ മനസ്സ് ഗ്രഹിക്കുന്നു. ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ വൈദികന്മാരും അദ്വൈതികളും ഒരുപോലെ വൈദികന്മാരെന്ന് വെച്ചാൽ മീമാംസ, പൂർവ്വമീമാംസ ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഉപാസന സദ്വാസന ഉണ്ടാക്കുന്നു. അത് ലൗകികമായ വിഷയങ്ങളിൽ പോലും ഉപാസനയാകാമെന്നിവിടെ പറയുന്നുണ്ട്. ഭാവന മാറ്റുക, അതിൽ വൈദികമായ ഭാവന, അത് വേദത്തിന്റെ പ്രത്യേകതയാണ്. നിദ്ര, മൈഥുനം, അന്നപാനാദി തുടങ്ങിയ ലൗകികമായ വിഷയങ്ങൾ
ആ വിഷയങ്ങളിൽ പോലും നമുക്ക് കാണാം ഉപനിഷത്തുകളിലും മറ്റും വൈദിക ഭാവന. വിഷയം ലൗകികമാണ്, പക്ഷെ ഭാവന അലൗകികമാണ്, അല്ലെങ്കിൽ വൈദികമാണ്. എന്തുകൊണ്ടങ്ങനെ വരുന്നു? കാരണം ഒരു ജീവൻ അവിവേകത്തിന് അധീനനായിരിക്കുമ്പോൾ അവന് ഈ ലൗകിക വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും വിടാൻ കഴിയുന്നില്ല. അവിടെ വൈദികമായ ഭാവന, ആ വൈദികമായ ഭാവന ആ ജീവൻ അവൻ ലൗകികത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും ആ ജീവന്റെ ഊർധ്വഗമനത്തിന് സഹായിക്കുന്നു. ആ ജീവന് പുണ്യവൃദ്ധി ഉണ്ടാകുന്നു എന്ന് പറയും. അത് ഉപാസനയുടെ ഫലമാണ്. വേദത്തിലെ ഉപാസന എങ്ങനെയാണ്? ഉദ്ഗീത ഉപാസന. അവിടെ ഉദ്ഗീത ഉപാസന എന്ന് പറഞ്ഞാൽ ഔദ്ഗീത മന്ത്രങ്ങളുടെ ഉച്ചാരണമാണ്, അർത്ഥബോധത്തോടുകൂടി. അത്രയേ ഉള്ളൂ ഉപാസന എന്ന് പറയുമ്പോൾ. അത് ഋത്വിക്കുകൾ അത് ചെയ്യുന്നു, ചിലപ്പോൾ യജമാനം ചെയ്യുന്നു. അത് പുണ്യത്തെ കൊടുക്കുന്നു. പക്ഷെ അവിടെ ഭാവന കർമ്മഫലത്തിന് വേണ്ടി ആയതുകൊണ്ട് അവന് കർമ്മഫലത്തിന് സഹായകമായ പുണ്യവൃദ്ധി ഉണ്ടാകും. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാമനകളൊന്നും ഇല്ലാതെ ഈ മന്ത്രങ്ങളുടെ അർത്ഥവിചാരം ചെയ്യും. അപ്പൊ കാമനകളില്ലാതിരുന്നാൽ പിന്നെ അതെന്തിനു ചെയ്യണം? കാമനകളുണ്ട്. എന്തുകൊണ്ട്? ആധ്യാത്മികമായ കാമനകളാണ് പിന്നെ ശേഷിക്കുന്നു. ഭൗതികമായ ലൗകികമായ കാമനകളുണ്ടെങ്കിൽ ആധ്യാത്മിക കാമനയാണ്. മുമുക്ഷുത്വം, അതാണ് ആധ്യാത്മിക കാമന. അപ്പോൾ മുമുക്ഷുക്കൾ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഋത്വിക്കുകൾ ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് പുണ്യവൃദ്ധി ഉണ്ടാകുന്നു. അത് കർമ്മഫലത്തെ കൊടുക്കുന്ന പുണ്യവൃദ്ധിയല്ല, അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന പുണ്യവൃദ്ധി. ഈ ലൗകികത്തിൽ നിന്നെല്ലാം അവനെ മോചിപ്പിക്കുന്ന പുണ്യവൃത്തി ഉണ്ടാകുന്നു. അതാണ് ഫലമായി പറയുന്നത്. അതുകൊണ്ടിത് തത്വബോധം അത് പ്രയോജനമുള്ളതാണ്. പക്ഷെ ഇത് പ്രയോജനമില്ലാത്തതാണെന്ന് ഭാഷ്യകാരൻ പറയുന്നില്ല. മുമുക്ഷുക്കൾ എന്ന് പറയുമ്പോൾ അത് സന്യാസിമാരും ബ്രഹ്മചാരികളും മാത്രമല്ല, ഗൃഹസ്ഥന്മാരുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗൃഹസ്ഥന് അനുഷ്ഠിക്കേണ്ട ഉപാസനകളെ കുറിച്ചും പറയും. അവരെയും ലൗകികത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അത് സഹായിക്കും. അത് മോചിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ മോക്ഷമാണ്. ഈ ഉപാസനകൾ കർമ്മഫലത്തെ കൊടുക്കുന്നത് മാത്രമല്ല, ഭാഷ്യകാരൻ പറയുന്നത് ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്കും ഇതിന്റെ വിചാരം നല്ലതാണ്, സഹായിക്കുന്നതാണ്. അതും പറയുന്നു. കാരണം ഉപാസനകളെ കുറിച്ച് ദീർഘസമയം ചർച്ച ചെയ്തിട്ടാണ് തത്വശ്രവണം. അപ്പൊ തത്വശ്രവണത്തിൽ ഒരാൾ തത്വശ്രവണത്തിന് ശ്രവിക്കുന്നു, പക്ഷെ അയാൾക്ക് തത്വപ്രകാശനം സംഭവിക്കുന്നില്ല. അവനവന് തടസ്സങ്ങളുണ്ടായോണ്ടാണല്ലോ, വിഘ്നങ്ങളിരിക്കുന്നുകൊണ്ടാണ്. ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടും ബുദ്ധിക്കൊരു പ്രചോദനവും വരുന്നില്ല. ആ വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഉപാസന സഹായിക്കും. ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ അതിന് സഹായിക്കും എന്നും പറയുന്നുണ്ട് ഭാഷകാർ. അതുകൊണ്ടാണ് ഒരാൾ തത്വത്തെ ശ്രവിക്കുന്നു. വാസ്തവത്തിൽ തത്വത്തെ ശ്രവിച്ചിട്ടാണ് ഉപാസന. തത്വത്തെ ശ്രവിക്കുന്നതിന് മുമ്പല്ല, അതിന് മുമ്പ് പിമ്പെന്നില്ല. എന്തുകൊണ്ടോ സ്വാധ്യായത്തിൽ ഈ വേദഭാഗം മുഴുവൻ അധ്യയനം ചെയ്യുകയാണ്. അങ്ങനെ അധ്യയനം ചെയ്യുമ്പോൾ ഉപാസനാകാണ്ഡവും കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എല്ലാം വരുന്നു. പക്ഷെ അവന് തത്വബോധം ഉണ്ടാകുന്നില്ല.
തത്വബോധം ഉണ്ടാകാതിരിക്കുമ്പോൾ അവിടെ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അവനെ സഹായിക്കുന്നു ആ തത്വബോധത്തിന് വേണ്ടി, അതിനുവേണ്ട യോഗ്യതകൾക്ക് വേണ്ടി. ഇക്കാര്യം ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമുള്ളതാണെന്നാണ് അവിടെ സമർത്ഥിക്കുന്നത്. ആ തലത്തിലും ഉപാസന വ്യർത്ഥമല്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്യുന്നത്. ഉപനിഷത്തുകളെല്ലാം വളരെ ചുരുക്കമാണ്. പക്ഷെ അതിനെല്ലാം വിവേകം ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഭയാശങ്കകളൊന്നും മനസ്സിൽ വരേണ്ട കാര്യമില്ല. എന്താ ഇതിന്റെ ലക്ഷ്യം? ആത്യന്തികമായി നമുക്കറിയാം, സർവബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം. കർമ്മമായാലും ഉപാസനയായാലും, അത് വൈദികമായാലും ശരി, ലൗകികമായാലും ശരി, തത്വജ്ഞാനമായാലും ശരി, സർവത്തിന്റെയും ആത്യന്തികമായ ലക്ഷ്യം മോക്ഷം എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. അതാണ് ഇതിൽ സാധിക്കേണ്ടത്. ആ സർവബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം അത് ലക്ഷ്യമാക്കി ഒരാളുടെ അധികാരഭേദമനുസരിച്ച് ഏതിനെയും സ്വീകരിക്കാം, ഇതെല്ലാം കൂടി ചേർത്ത് സ്വീകരിക്കാം. അതിനും ദോഷമില്ല. അതുകൊണ്ട് ദീർഘമായ ഉപാസനാ ചർച്ച വ്യർത്ഥമാണെന്ന് ധരിക്കാൻ പാടില്ല. തത്വചിന്ത മാത്രമേ ഉള്ളൂ ഫലം ചെയ്യുന്നതെന്ന് ധരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഭാഷ്യകാരൻ ഇത് വ്യാഖ്യാനിക്കാൻ ഒരുമ്പടില്ല. ഇതിന്റെ ഭാഷ്യത്തിന്റെ ഉപോദ്ഘാതമായി മുഖവുരയായിട്ട് ഈ കാര്യം, ഞാനിതൊരു വിശദീകരിച്ച കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓമിത്യേതദ് അക്ഷരമിത്യാദി അഷ്ടാധ്യായി ഛാന്ദോഗ്യോപനിഷത്ത്. സാമവേദികളെ കുറിച്ച് പൊതുവെ പറയുന്ന പേരാണ് ഛന്ദോകന്മാർ. അത് ഛന്ദോബദ്ധമായതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാമവേദികൾ, ഛന്ദോകന്മാർ അധ്യയനം ചെയ്യുന്നത് ഛാന്ദോഗ്യോപനിഷത്ത്. അങ്ങനെയുള്ള ഈ ഛാന്ദോഗ്യോപനിഷത്ത് ഓമിത്യേതദ് അക്ഷരം, ഇവിടെ മുതലാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ശരിയായ ഉപനിഷത് ഭാഗം ഇവിടെ മുതലാണോ? കാരണം ഉപാസനയെക്കുറിച്ച് ഇതിനു മുമ്പും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓം എന്ന് തുടങ്ങും, ഉദ്ഗീതോപാസന. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാസനയാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇവിടം മുതൽ ഉപനിഷത്തായി പരിഗണിച്ച് വ്യാഖ്യാനിക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ മുതൽ വരുന്ന ഈ മന്ത്രങ്ങളെയാണ് ബ്രഹ്മസൂത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മസൂത്രത്തിൽ ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതെന്ന് ഛാന്ദോഗ്യോപനിഷത്താണ് വളരെയധികം. കാരണം തത്വമസി പോലെയുള്ള മഹാവാക്യങ്ങളും വളരെയധികം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത് ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇവിടെ മുതൽ വ്യാഖ്യാനിച്ചു. ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം അദ്വൈതമല്ലെന്നറിഞ്ഞിട്ട് ഇതാവശ്യമാണ്. അതുകൊണ്ട് അഷ്ടാധ്യായി, 8 അധ്യായങ്ങളുള്ള ഈ ഛാന്ദോഗ്യോപനിഷത്ത് ഓമിത്യേതദ് അക്ഷരം എന്ന് തുടങ്ങി ആരംഭിക്കുകയാണ്. തസ്യാഹ സംക്ഷേപതോ അർത്ഥജിജ്ഞാസുഭ്യ ഋജുവിവരണം അല്പഗ്രന്ഥം ഇതം ആരഭ്യതേ. ഇതിന്റെ ചുരുക്കത്തിലുള്ള അർത്ഥം എന്ന് ഭാഷ്യകാരൻ പറയുന്നു. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ആനന്ദഗിരി പറയുന്നത് ഇതിന് വളരെ വിസ്തൃതമായ ഭാഷ്യം മുമ്പുണ്ടായിരുന്നു. ഭാഷ്യകാരൻ പറയുന്നു, ഇവിടെ വ്യാഖ്യാതാവി പറയുന്നു ദ്രാവിഡം ഭാഷ്യം. അങ്ങനെ ഒരു ദ്രാവിഡ ഭാഷ്യം
ഒരു ദ്രാവിഡ ആചാര്യരെ കുറിച്ച് ബ്രഹ്മസൂത്രത്തിലും പരാമർശിക്കുന്നുണ്ട്. അതാരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിവാദമാണ്, ആരാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ പറയുന്ന ഒരു ദ്രാവിഡ ഭാഷ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദ്രാവിഡ ആചാര്യന്റെ ഭാഷ്യമാണ് ദ്രാവിഡം ഭാഷ്യം എന്ന് പറയുന്നത്. എന്തായാലും അതൊന്ന് ലഭ്യമല്ല. ഒരു പക്ഷേ ആനന്ദഗിരിയുടെ കാലത്തിൽ അത് ലഭ്യമായിരുന്നിരിക്കാം. ഭാഷ്യകാരന്റെ കാലത്തിനോട് അടുത്താണ് ആനന്ദഗിരിയുടെ കാലം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഒരു ഭാഷ്യത്തിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തു. അപ്പോൾ അത് വളരെ വിസ്തൃതമാണ്. സംക്ഷേപത ഇവിടെ സംക്ഷേപിച്ച്, ശബ്ദത്തെ സംക്ഷേപിച്ചുകൊണ്ട്, എല്ലാ അർത്ഥത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഋജു വിവരണം, അല്പഗ്രന്ഥം പറയുന്നു. ഋജുവായ വിവരണം, നേരിട്ടുള്ള അർത്ഥപ്രകാശനം. ഭാഷ്യത്തിലുള്ള ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലും ഉപനിഷത്ത് ഭാഷ്യത്തിലുള്ള ചർച്ചയ്ക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ മന്ത്രക്രമം അനുസരിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉമിത്യക്ഷരം അവിടെ മുതൽ വ്യാഖ്യാനിച്ചു കൊടുക്കും. ബ്രഹ്മസൂത്രത്തിലുള്ള ചർച്ച അങ്ങനെയല്ല. പല ഭാഗങ്ങളിൽ നിന്നും മന്ത്രങ്ങളെ എടുത്ത് പല ഭാഗത്ത് ചർച്ച ചെയ്യുന്നു. അവിടെ മന്ത്രക്രമത്തെ സ്വീകരിക്കുന്നില്ല. തുടക്കത്തിൽ ഒരു ഭാഗം ചർച്ച ചെയ്താൽ ഒടുക്കത്തിൽ വേറൊരു ഭാഗം ചർച്ച ചെയ്തു, അങ്ങനെ പോകും. പാഠക്രമത്തെ സ്വീകരിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ പാഠക്രമം അനുസരിച്ച് തന്നെ ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് ഇതിന്റെ നേരായ അർത്ഥത്തെ പറയുന്നു. നേരർത്ഥം എന്ന് പറയാം. അങ്ങനെ പറയാൻ കാരണം എന്താണ്? പലപ്പോഴും അർത്ഥത്തെ പറയുമ്പോൾ നമ്മൾ ഭാവനയെ ആശ്രയിക്കും. ഒരുപാട് ഭാവനകളിലൂടെ കടന്നു, സങ്കല്പങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, വാസനകൾ, ഇതൊക്കെ അതിനെ സ്വാധീനിക്കും. നമുക്ക് നേരർത്ഥം പറയാനോ മനസ്സിലാക്കാനോ കഴിയാതെ വരും. ശരിയായ അർത്ഥം നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭാവന ചെയ്ത് നമ്മൾ അർത്ഥത്തെ വളച്ചൊടിക്കുകയും മറ്റും ചെയ്യും. ഭാഷ്യകാരൻ സ്വയം പറയുന്നത് ഞാൻ നേരർത്ഥം പറയുന്നു എന്നാണ്, ശരിയായിട്ടുള്ള അർത്ഥം. തത്വത്തെ സംബന്ധിച്ച് ഭാഷ്യകാരൻ തീർച്ചയായും നേരർത്ഥത്തെ തന്നെയാണ് പറയുന്നത്. അല്ലാത്ത ഭാഗങ്ങളിൽ വളഞ്ഞ അർത്ഥവും പറയും. അതവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിത്തരാം. തത്വത്തെ സംബന്ധിച്ചതാണ്. തത്വനിഷ്ഠനായ ഒരു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അവിടെ ഋജു അർത്ഥം തന്നെയാണ് സർവത്ര പറയുന്നത്. തത്വമസി എന്താണ് അതിന്റെ അർത്ഥം? ശരിയായ അർത്ഥം അത് തന്നെ പറയുന്നു. അത് നീയാണെന്ന് പറയുമ്പോൾ അത് വേറെ, നീ വേറെ എന്നർത്ഥം പറഞ്ഞാൽ അത് ഋജു അർത്ഥമല്ല. തത്വമസി വളരെ സ്പഷ്ടമാണ്. അത് നീയാണ്, ആ തത്വം നീയാണ് എന്ന് പറഞ്ഞാൽ അത് ഋജു അർത്ഥം. മറിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അത് ഋജുർത്ഥം എങ്ങനെയാവും? അത് നിന്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അർത്ഥം ശരിയാവും? നീ അതിൻ്റെതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതൊന്നും ഋജുർത്ഥമല്ല. അങ്ങനെയും അർത്ഥം പറയാം, പക്ഷെ അത് വളഞ്ഞ അർത്ഥമായി. പിന്നെ ഭാഷയെ, ബുദ്ധിയെ ഒക്കെ ഒരുപാട് വളക്കുകയും തിരികുകയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റും. പണ്ഡിതന്മാർക്ക് ഭാഷയിൽ പല കസരത്തുകളും അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ചെയ്യാം. പക്ഷെ അത് ഋജുവല്ല. സമാസത്തെ മാറ്റാം, വ്യുത്പത്തിയെ മാറ്റാം, അന്വയത്തെ മാറ്റാം. അങ്ങനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പല അർത്ഥങ്ങളും എടുക്കാം. ഒരു ശ്ലോകം, ഒരു മന്ത്രം കണ്ട് അത് വായിച്ചപ്പോൾ നമുക്കൊരർത്ഥം തോന്നി, ഈ അർത്ഥം ശരിയല്ല എന്ന് തോന്നി. അർത്ഥം മാറ്റാൻ വേണ്ടി അതിന്റെ അന്വയത്തെ മാറ്റുന്നു, നമുക്കിഷ്ടമുള്ള അർത്ഥം പറയാൻ വേണ്ടി. അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വ്യുത്പത്തി ഇന്നതാണ്, പ്രസിദ്ധമാണ്. ആ ശബ്ദം അതിന്റെ ധാതു ഇന്നതാണ്, ധാത്വർത്ഥം ഇന്നതാണ്, പ്രത്യയം ഇന്നതാണ്, പ്രത്യാർത്ഥം ഇന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കി ഒരു നേരർത്ഥം എടുക്കാവുന്നിടത്ത് വേറെ
ധാത്വർത്ഥത്തെ കൽപ്പിക്കുന്നു, വേറെ പ്രത്യാർത്ഥത്തെ കൽപ്പിക്കുന്നു. അത് നിർജ്ജോർത്ഥമാണ്. ഇതേ അഭ്യാസം തന്നെ സമാസത്തിനും ചെയ്യാം. സമാസം ഇന്നതാണ് എന്ന് ബോധ്യമാകുന്നു. ബഹുവ്രീഹിയാണെന്ന് തോന്നി കഴിഞ്ഞ ഉടനെ തത്പുരുഷനാക്കുക. ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ഏതിന് തന്റെ ഉള്ളിലിരിക്കുന്ന അർത്ഥത്തെ വെളിപ്പെടുത്തും. ഇതെല്ലാം ഋജു വിവരണമല്ല, വക്ര വിവരണം എന്ന് വേണമെങ്കിൽ പറയാം. ഭാഷ്യകാരൻ പറയുന്നത് അങ്ങനെയല്ല, ഞാൻ നേരായ അർത്ഥത്തെ പറയുകയാണ്, തത്വത്തെ പ്രകാശിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്പഗ്രന്ഥം, അല്പാക്ഷരം എന്നർത്ഥം. ഗ്രന്ഥം എന്ന് വെച്ചാൽ അക്ഷരം എന്നാണ്. അല്പാക്ഷരങ്ങളുള്ള ഇതം, ഈ വിവരണം ആരംഭ്യതയെ ആരംഭിക്കുന്നു എന്നാണ്. തത്ര സംബന്ധ, പൂർവഭാഗവും ഈ ഭാഗവുമായിട്ടുള്ള ബന്ധം എന്താണ്? കാരണം മുമ്പ് പറഞ്ഞു വന്ന മുഴുവൻ കർമ്മത്തെക്കുറിച്ചാണ്, സ്വർഗത്തെക്കുറിച്ചും സോമരസം പാനം ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവിടെ നിന്നും മാറിയിട്ട് ആത്മാവ്, ബ്രഹ്മം, തത്വമസി, ഇതെന്താ പരസ്പര ബന്ധം? ഉപാസനകൾ പറയുന്നു, സമസ്തം കർമ്മ അധിഗതം പ്രാണ അജ്ഞാതി ദേവത ജ്ഞാനസഹിതം അർച്ചിരാദി മാർഗേണ. സമസ്തം കർമാധിഗതം, ബ്രഹ്മപ്രതിപത്തി കാരണം. സമസ്തം കർമാധിഗതം പ്രാണാജ്ഞാതി ദേവത വിജ്ഞാനസഹിതം അർച്ചിരാദി മാർഗേണ ബ്രഹ്മപ്രതിപത്തി കാരണം. അധിഗതം സമസ്തം കർമ്മ. ഇതുവരെ വേദം വെളിപ്പെടുത്തിയ സമ്പൂർണ്ണ കർമ്മവും, ഇവിടെ ഉദ്ദേശിക്കുന്ന വൈദിക കർമ്മങ്ങളാണ്. അതെന്താണ്? പ്രാണ അജ്ഞാതി ദേവത വിജ്ഞാനസഹിതം. പ്രാണദേവത, അഗ്നിദേവത ഇവയുടെ വിജ്ഞാനം എന്ന് വെച്ചാൽ ഉപാസന. വിജ്ഞാന ശബ്ദത്തിന് പല അർത്ഥങ്ങളാണ്. ചിലത് അനുഭൂതി എന്ന് പറയും, ചിലത് അറിവെന്ന് പറയും. ഇവിടെ ഉപാസന. എന്തുകൊണ്ട്? കർമ്മത്തോട് കൂടി ചേരുന്ന പ്രാണ ഉപാസന, അഗ്നി ഉപാസന എല്ലാം വേദത്തിൽ പ്രസിദ്ധമാണ്. അതുകൊണ്ടിവിടെ പ്രാണവിജ്ഞാനം, ദേവതാ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപാസനയാണ്, തത്വജ്ഞാനമല്ല, അപരോക്ഷാനുഭൂതിയൊന്നുമല്ല. അപ്പോൾ ഈ കർമ്മങ്ങൾ, പ്രാണ ഉപാസന, അഗ്നി ഉപാസന, അതെല്ലാം ഇനി പറയുന്നുണ്ട്. അത് എല്ലാം എന്താണ്? അർച്ചിരാദി മാർഗേണ, മാർഗത്തെക്കുറിച്ചും പറയും. അർച്ചിരാദി മാർഗത്തിലൂടെ ബ്രഹ്മപ്രതിപത്തി കാരണം. എന്ത്? സമസ്തം കർമ്മ, ഇതുവരെയുള്ള കർമ്മങ്ങളെല്ലാം അത് ബ്രഹ്മപ്രതിപത്തിക്ക് കാരണമാണ്. എന്നുവെച്ചാൽ ഹിരണ്യഗർഭപ്രാപ്തി, അതാണ് ബ്രഹ്മപ്രതിപത്തി എന്ന് പറയുന്നത്. ഹിരണ്യഗർഭപ്രാപ്തി, കാര്യബ്രഹ്മപ്രാപ്തി. ഇതുവരെയുള്ള ഭാഷ്യത്തിൽ ഈ കാര്യം പലയിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അബദ്ധമായിപ്പോകും. അപ്പോൾ എന്താണ്? കർമ്മസഹിതം, ഉപാസനാസഹിതമായ കർമ്മം ഹിരണ്യഗർഭപ്രാപ്തിക്ക് കാരണമാണ്. ഇത് നമ്മൾ ആദ്യത്തെ ഉപനിഷത്ത് ചർച്ച ചെയ്തപ്പോൾ അവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഈശാവാസ്യത്തിൽ വിദ്യാഞ്ച അവിദ്യാഞ്ച അവിടെയൊക്കെ ഇത് നമ്മൾ ചർച്ച ചെയ്തു. യസ്തദ്വേദോഭയം സഹ അവിദ്യയാ അമൃതം തീർത്ത വിദ്യയാ അമൃതമശ്വരത. ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഹിരണ്യഗർഭപ്രാപ്തിക്കാണ് ഉപാസന സഹിതമായ കർമ്മം ഉപകരിക്കുന്നത്. കേവലം ച ധൂമാദി മാർഗേണ ചന്ദ്രലോക പ്രതിപത്തി കാരണം. ഇനി കേവലം എന്ന് വെച്ചാൽ കേവല കർമ്മം, ഉപാസനയില്ല. കേവലമായ കർമ്മം ധൂമാദി മാർഗേണ, ധൂമാദി മാർഗത്തിലൂടെ ചന്ദ്രലോക പ്രതിപത്തി കാരണം. ചന്ദ്രലോക പ്രാപ്തി, പ്രതിപത്തി എന്ന് വെച്ചാൽ പ്രാപ്തി എന്നാണ് ഇവിടെ അർത്ഥം. പ്രതിപത്തിക്ക് ജ്ഞാനമെന്നും അർത്ഥമുണ്ട്, പ്രാപ്തി എന്നും അർത്ഥമുണ്ട്. ഇവിടെ പ്രാപ്തി എന്നുള്ള അർത്ഥമുണ്ട്. അത് ചന്ദ്രലോക പ്രാപ്തിക്ക് ഭാഷ്യത്തിൽ പല ഭാഗത്തും ശ്രുതിയിലും വരുന്നുണ്ട്. ഒന്ന് ദേവലോകപ്രാപ്തി, മറ്റൊന്ന് പിതൃലോകപ്രാപ്തി.
അതിനാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിനുള്ള ഉപായങ്ങൾ ഗീതയിലും ഇത് ചർച്ച ചെയ്യും. സ്വഭാവപ്രവൃത്താനാംച, ഇനി ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരുണ്ട്, സാധാരണ ജീവന്മാർ. അവർക്ക് ചന്ദ്രലോകവുമില്ല, ദേവലോകവുമില്ല, പിതൃലോകവുമില്ല, ഒരു ലോകവുമില്ല. സ്വഭാവപ്രവൃത്തം, അവന്റെ വാസനയനുസരിച്ച് അവന്റെ കർമ്മങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നു. വൈദികമോ അല്ലെങ്കിൽ സ്മാർത്ഥമോ ആയ കർമ്മങ്ങളോ ഉപാസനകളോ ഒന്നും ചെയ്യുന്നില്ല. തിന്നുന്നു, കുടിക്കുന്നു, മരിക്കുന്നു. അതാണ് സ്വഭാവപ്രവൃത്താനാംച മാർഗദ്വയ പരിഭ്രഷ്ടാന. അവർ മാർഗദ്വയത്തിൽ നിന്ന് ഭ്രംശിച്ചു പോയവരാണ്. എന്നുവെച്ചാൽ അവരുടെ ആ ജീവൻ ഊർധ്വഗതിയില്ല. കഷ്ട അധോഗതി, അവർക്ക് അധോഗതിയാണ്. ജായസ്വ മറിയസ്വ ഇത്യേത് തൃതീയം സ്ഥാനം, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. മൂന്നാം സ്ഥാനം. ഇതെല്ലാം ശ്രുതിയിൽ പറഞ്ഞു എന്ന് ഭാഷ്യകാരൻ ഓർമ്മിപ്പിക്കുകയാണ്. ഭാഷ്യത്തിൽ പല സ്ഥലത്തും വന്നു. എന്നുവെച്ച ഉഭയോർ മാർഗയോർ അന്യതരസ്മിന്നപി മാർഗേ ആത്യന്തികി പുരുഷാർത്ഥസിദ്ധി. ഈ അധോഗതിയെ ഒഴിവാക്കാൻ വേണ്ടി ഹിരണ്യഗർഭപ്രാപ്തി അല്ലെങ്കിൽ പിതൃലോകപ്രാപ്തി ഇത് മതിയോ പറയുന്നു, പോരാ. ഉഭയോർ മാർഗയോർ, ഈ രണ്ട് മാർഗങ്ങളിലും അന്യതരസ്മിന്നപി മാർഗ, ഒരു മാർഗത്തിലും ആത്യന്തികി പുരുഷാർത്ഥസിദ്ധി, ആത്യന്തികമായ പുരുഷാർത്ഥസിദ്ധി സംഭവിക്കുന്നില്ല. ഹിരണ്യഗർഭപ്രാപ്തി പോലും സദ്യോമുക്തിയല്ല. പറഞ്ഞല്ലോ, ഇതിന്റെ ഫലം അതാണ്. അതെല്ലാം ബന്ധനമാണ്. ആത്മവിദ്യയുടെ പ്രയോജനം എന്താണ്? സർവബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. അത് സാധിക്കണം. ഒരു ബന്ധനം അവിടെ പാടില്ല. അതാണ് ആത്യന്തികമായ പുരുഷാർത്ഥ സിദ്ധി എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രയോജനം. അത് സാധിക്കുന്നില്ല. ഇത്യതഃ, അതുകൊണ്ട് കർമ്മനിരപേക്ഷം അദ്വൈത ആത്മവിജ്ഞാനം സംസാരഗതിത്രയ ഹേതു ഉപമർദ്ദേന വക്തവ്യമിത്തി ഉപനിഷത്ത് ആരഭ്യതേ. അതുകൊണ്ട് ഉപനിഷത്ത് ഇവിടെ തുടങ്ങുന്നു. എന്താണ് ആ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ? ആത്മവിദ്യ. കർമ്മനിരപേക്ഷം അദ്വൈതാത്മവിജ്ഞാനം, കർമ്മനിരപേക്ഷമായ അദ്വൈതാത്മവിജ്ഞാനം. നേരത്തെ പറഞ്ഞ വിജ്ഞാനമല്ല. നേരത്തെ പറഞ്ഞ വിജ്ഞാനം കർമ്മസാപേക്ഷമാണ്, ഉപാസന. ഇത് കർമ്മനിരപേക്ഷമാണ് അദ്വൈതാത്മവിജ്ഞാനം. അതിന് കർമ്മവുമായിട്ട് ബന്ധമൊന്നുമില്ല. സംസാരഗതിത്രയ ഹേതു ഉപമർദ്ദേന, സംസാരഗതിത്രയം. ഒന്ന് ഹിരണ്യഗർഭപ്രാപ്തി, അല്ലെങ്കിൽ ദേവലോകപ്രാപ്തി. മറ്റൊന്ന് പിതൃലോകപ്രാപ്തി. മൂന്നാമത് ഇവിടെ തന്നെ ജനന മരണം. ഇതിന്റെ ഹേതുവിനെ ഉപമർദ്ദേന. ഇതിന്റെ ഹേതു എന്താണ്? അജ്ഞാനം, കാമം, കർമ്മം. ഈ സംസാരഗതിത്രയത്തിന്റെ ഹേതുവിൻ ഉപമർദ്ദം, അതിനെ നശിപ്പിച്ചുകൊണ്ട്, നിരാകരിച്ചുകൊണ്ട് വക്തവ്യം. എന്ത്? ആത്മവിജ്ഞാനം. അതിനുവേണ്ടി ഉപനിഷത്ത് ആരംഭിക്കേ. ഇവിടെ മുതൽ ഉപനിഷത്ത് ആരംഭിക്കുകയാണ്. എന്നുവെച്ചാൽ അദ്വൈതാത്മവിജ്ഞാനാത് അന്യത്ര ആത്യന്തികീ നിശ്രേയസപ്രാപ്തി. ആത്യന്തികമായ നിശ്രേയസം എന്ന് പറഞ്ഞാൽ സർവബന്ധങ്ങളിൽ നിന്നുള്ള മോചനം. ഒരു ബന്ധവും വേണ്ട. വിദ്യ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കാനല്ല, അത് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ആത്യന്തികമായ നിശ്രേയസമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സർവബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനം. അത് അദ്വൈതാത്മവിജ്ഞാനാദന്യത്ര. ഈ അദ്വൈത ആത്മവിജ്ഞാനം കൂടാതെ മറ്റൊന്നുകൊണ്ട് സാധ്യം. അന്യത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, ഹിരണ്യഗർഭപ്രാപ്തിക്കുള്ള വഴി കർമ്മോപാസന, അതുകൊണ്ട് സാധ്യമല്ല. മറ്റൊന്ന് കേവല കർമ്മം, പിതൃലോകപ്രാപ്തിക്കുള്ള ഉപായം, അതുകൊണ്ട് സാധ്യമല്ല. മൂന്നാമത് സഹജകർമ്മങ്ങൾ, വൈദികമല്ല. ജനിച്ച്
ജീവിച്ചു മരിക്കുന്ന കർമ്മങ്ങൾ. ഇത് മൂന്നും നിശ്ചയപ്രാപ്തിക്ക് സഹായിക്കുന്നതല്ല. പക്ഷിതി അധ ഏ അന്യഥ അതോ വിദുഃ അന്യരാജാനഃ തേ ക്ഷയ്യലോകാ ഭവന്തി വിപര്യേജ സ്വരാട് ഭവതി. ഏ അന്യഥ അതോ വിദുഃ, ആരെങ്കിലും അവിവേകപൂർവ്വം ധരിക്കുകയാണെങ്കിൽ എന്താണ്? അന്യരാജാനഃ, അന്യരാജാക്കന്മാരെ ഉപാസിക്കുകയാണെങ്കിൽ, തത്വത്തെയല്ല ഉപാസിക്കുന്നെങ്കിൽ, അതാണ് പറയുന്നത്. അന്യരാജാക്കന്മാരെന്ന് പറയുന്നത് അതാണ്. അന്യദേവതകളെ ഉപാസിക്കുക, അന്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുക ആണ് പറയുന്നത്. അന്യഥാ ശ്രുതി പറയുകയാണ് അന്യരാജാനഃ വിദുഃ, നിങ്ങൾ തത്വത്തെ അല്ല ഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ തേക്ഷയ്യ ലോകാഹ ഭവതി, അവർക്ക് ലോകങ്ങൾ കിട്ടും. ഉപാസനയ്ക്ക് ഫലമുണ്ട്, ഹിരണ്യഗർഭ ഉപാസനയ്ക്ക് ഫലമുണ്ട്, പ്രാണ ഉപാസന, അഗ്നി ഉപാസനയ്ക്കൊക്കെ ഫലമുണ്ട്. പക്ഷെ ആ ഫലം എന്താണ്? ക്ഷയ്യലോകാഹ, നശിക്കുന്ന ഫലങ്ങളായിരിക്കും. വിപരീയം. മറിച്ചാണെങ്കിലോ ആത്മാവിനെയാണ് ഉപാസിക്കുന്നതെങ്കിലോ, ഒരു ആത്മബോധത്തെയാണ് നേടുന്നതെങ്കിലോ, അതാണ് വിപരീച്ച സ്വരാട് ഭവതി. അവൻ സർവബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു. സമ്രാട്ട് എന്ന് പറയുന്നവരാണ്. സ്വയം ശോഭിക്കുന്നു എന്നാണ് സ്വരാട്. സ്വയം ശോഭിക്കുന്നു. സ്വയം ശോഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സർവബന്ധങ്ങളിൽ നിന്ന് മുക്തനാകുന്നു, അവൻ പരിപൂർണ സ്വതന്ത്രനാകുന്നു. അത് അതിനുവേണ്ടിയതല്ല, അവൻ സ്വരാട്ടാകുന്നു, അവൻ മുക്തനായിത്തീരുന്നു. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധനത്തിൽ നിന്നുള്ള മുക്തിയാണ്. ഇതാണ് എന്റെ ബന്ധനമെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കുക. ഏതെങ്കിലും ഒരു ബന്ധത്തെ സ്വീകരിക്കുന്നതല്ല, മോചനമാണ്. സ്വരാട് ഭവതി, മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നും പറയുന്നു. ശ്രുതി തന്നെ പറയുന്നു. തഥാ ദ്വൈത വിഷയ അനർത്ഥ അഭിസന്ധസ്യ ബന്ധനം തസ്കരസീവ തപ്ത പരശുഗ്രഹണേ ബന്ധദാഹാഭാവ സംസാര ദുഃഖപ്രാപ്തിശ്ച ഇതി ഉക്ത അദ്വൈതാത്മ സത്യ അഭിസന്ധസ്യ ആ തസ്കരസീവ തപ്ത പരശുഗ്രഹണേ ബന്ധദാഹാഭാവ സംസാര ദുഃഖനിവൃത്തി മോക്ഷശ്ചേതി അതേവ ന കർമ്മസഭാവി അദ്വൈതാത്മദർശനം. മറ്റുപനിഷത്തുകളുടെയൊക്കെ ഉപോദ്ഘാതത്തിൽ പറഞ്ഞതുപോലെ ഭാഷ്യകാരനിവിടെ ആ വിഷയത്തെ വിശദീകരിക്കുന്നു.